നമസ്കാരം, ഞാൻ ഡോക്ടർ മായ പീതാംബരൻ, ഗ്യാസ്ട്രോൻട്രോളജിസ്റ്റ് ആണ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കോളൻ ക്യാൻസർ അഥവാ വൻകുടൽ ക്യാൻസറിനെ പറ്റിയാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വൻകുടൽ ക്യാൻസർ മുതിർന്നവരിൽ മാത്രമല്ല ചെറുപ്പക്കാരിലും വളരെയധികം കണ്ടുവരുന്നുണ്ട്. ഈ കോളൻ ക്യാൻസർ നമ്മൾ വളരെ നേരത്തെ കണ്ടുപിടിച്ചാൽ പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാവുന്ന ഒരു ക്യാൻസറാണ്. ഇതിൻ്റെ എന്തൊക്കെയാണ് കുടൽ ക്യാൻസർ അല്ലെങ്കിൽ കോളൻ ക്യാൻസറിന്റെ രോഗലക്ഷണങ്ങൾ? അതിൽ ഏറ്റവും പ്രധാനം ഓൾട്ടേർഡ് ബവൽ ഹാബിറ്റ്സ്, അതായത് ഒരു സാധാരണ നോർമലായി മോഷൻ പോയിക്കൊണ്ടിരിക്കുന്ന ഒരാൾക്ക് മലബന്ധം വരികയോ അല്ലെങ്കിൽ മലബന്ധത്തിനോടൊപ്പം തന്നെ വയറിളക്കം, സോ കോൺസ്റ്റിപ്പേഷൻ ആൻഡ് ഡയറിയ ഓൾട്ടർനേറ്റീവ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു പക്ഷേ അത് കുടൽ ക്യാൻസറിൻ്റെ ലക്ഷണമായിരിക്കാം. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട സിംറ്റമാണ് മോഷൻ കൂടി ബ്ലഡ് കാണുക. പലപ്പോഴും ആളുകൾ ഇത് പൈൽസ് ആണെന്ന് പറഞ്ഞ് പല ഡോക്ടർമാരുടെ അടുത്ത് പോവുകയും അത് മതിയായ പരിശോധനകൾ ചെയ്യാതെ ഈ കുടൽ ക്യാൻസർ കണ്ടുപിടിക്കാൻ വൈകിക്കുന്നതും നമ്മൾ കാണാറുണ്ട്. അതുപോലെ ഈ കുടൽ ക്യാൻസർ ഉള്ള രോഗികളിൽ അവർ പോലും അറിയാതെ മോഷൻ കൂടി രക്തം പോവുകയും അവർക്ക് വിളർച്ച അനുഭവപ്പെടുകയും ചെയ്യും. അപ്പോൾ പെട്ടെന്ന് ക്ഷീണം അല്ലെങ്കിൽ കുറച്ച് നടക്കുമ്പോൾ കിതപ്പ് മുതലായവയൊക്കെ ഈ രോഗികൾക്ക് ഒരുപക്ഷെ കാണാം. അതുപോലെ നമുക്ക് പറയാൻ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ വയറുവേദന അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു കാരണവുമില്ലാതെ ശരീരഭാരം കുറയുക, ഛർദിൽ മുതലായവയൊക്കെ ഈ കുടൽ ക്യാൻസറിൻ്റെ രോഗലക്ഷണങ്ങളായിരിക്കാം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കുടൽ ക്യാൻസർ വളരെ സ്ലോ ഗ്രോയിങ് ട്യൂമർ, അത് വളരെ സ്ലോ ആയി വളരുന്ന ഒരു ട്യൂമറായതുകൊണ്ട് ഒരു പ്രധാന ശതമാനം ആളുകളിൽ ഒരു സിംറ്റോം ഇല്ലാതെ തന്നെ ഇത് രോഗിക്ക് ഉണ്ടാവാം. അത് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് നമുക്ക് എങ്ങനെ ഏത് പരിശോധനയോടെ കണ്ടുപിടിക്കാം? നമ്മൾ 100% ഒരു കൊളോണോസ്കോപ്പി ചെയ്തു കഴിഞ്ഞാൽ ഈ കോളൻ ക്യാൻസർ അല്ലെങ്കിൽ കുടൽ ക്യാൻസർ ഉണ്ടോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അതുപോലെ ചില പ്രാഥമിക പരിശോധനകൾ, അതായത് വിളർച്ച ഉണ്ടോ എന്നുള്ള ഹീമോഗ്ലോബിൻ ടെസ്റ്റ്, പിന്നെ മോഷൻ കൂടി ബ്ലഡ് പോകുന്ന പരിശോധന, സ്റ്റൂൾ ഒക്കൾട്ട് ബ്ലഡ് മുതലായവയൊക്കെ ഒരു പക്ഷേ കുടൽ ക്യാൻസർ ഉണ്ടോ എന്നുള്ള ഒരു സൂചന നമുക്ക് തരുന്നതായിരിക്കാം. ദർ ഇസ് ഓൾസോ മറ്റൊരു പരിശോധന സ്ക്രീനിങ് ടെസ്റ്റ്. അതായത് ഞാൻ പറഞ്ഞു, ഇതൊരു സ്ലോ ഗ്രോയിങ് ട്യൂമർ ആയതുകൊണ്ട് പലപ്പോഴും രോഗലക്ഷണങ്ങൾ പ്രകടമാകാൻ വൈകും. അപ്പോൾ ചില ആളുകൾ രോഗലക്ഷണങ്ങൾ ഇല്ലാതെ നമ്മൾ ചെയ്യുന്ന ഒരു പരിശോധനയാണ് സ്ക്രീനിങ് ടെസ്റ്റ്. അതും നമ്മളൊരു കൊളോണോസ്കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ആരിലൊക്കെയാണ് നമ്മൾ സ്ക്രീനിങ് ടെസ്റ്റ് ചെയ്യുന്നത്? ഇപ്പോൾ പുറം നാടുകൾ, വെസ്റ്റേൺ കൺട്രീസിൽ 45 നമ്മൾ പ്രായം കൂടുന്തോറും ഈ കുടൽ ക്യാൻസർ വരാനുള്ള സാധ്യത കൂടും. അപ്പോൾ അവരൊരു 45 ഇയേഴ്സിന് 45 വയസ്സിന് മേളിലുള്ള എല്ലാവർക്കും അവരൊരു കോളൻ സ്ക്രീനിങ് ചെയ്യാറുണ്ട്. നമ്മുടെ നാട്ടിൽ അത് പ്രായോഗികമല്ല, എന്നാലും നമ്മളാൽ സാധിക്കുന്ന ആളുകൾ അത് ചെയ്യുന്നത് നല്ലതായിരിക്കും. പ്രത്യേകിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ, അതായത് നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും കോളൻ ക്യാൻസർ അല്ലെങ്കിൽ കുടൽ ക്യാൻസർ ഉണ്ടെങ്കിൽ അവർ ഒരു കൊളോണോസ്കോപ്പി പരിശോധന ചെയ്യുന്നത് നന്നായിരിക്കും. അതുപോലെ ചില ഫാമിലീസിൽ ഈ FAP, അതായത് പോളിപോസിസ് സിൻഡ്രോംസ് ഒക്കെ, ജനിതകമായ ചില ചേഞ്ചസ്, അതായത് ഒരേ കുടുംബത്തിൽ തന്നെ പല ആളുകളിൽ കുടൽ ക്യാൻസർ ചില ഫാമിലീസിലുണ്ടാകും. അങ്ങനെയുള്ളവർ വളരെ നേരത്തെ തന്നെ കൊളോണോസ്കോപ്പി പരിശോധന ചെയ്യുകയും ഈ കുടൽ ക്യാൻസറിന് വരുന്ന, അതായത് ക്യാൻസർ ആവുന്നതിന് മുമ്പേ ഒരു ദശ വളർച്ച, അതായത് ഒരു പോളിപ്പായിട്ടാണ് ഈ കുടൽ ക്യാൻസർ തുടങ്ങുന്നത്. അപ്പോൾ ഈ പോളിപ്പ് നമ്മൾ സ്ക്രീനിങ് ടെസ്റ്റിൽ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഈ പോളിപ്പ് നമ്മളൊരു കൊളോണോസ്കോപ്പി കണ്ടു കഴിഞ്ഞാൽ അതേ സിറ്റിങ്ങിൽ തന്നെ, അതേ കൊളോണോസ്കോപ്പി തന്നെ നമ്മൾ അത് റിമൂവ് ചെയ്യുക, അല്ലെങ്കിൽ കൊളോണോസ്കോപ്പിക് പോളിപെക്ടമി എന്നൊരു പ്രൊസീജിയറിൽ അത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ 100% ആ പേഷ്യന്റിന് കോളൻ ക്യാൻസർ അല്ലെങ്കിൽ കുടൽ ക്യാൻസർ വരാനുള്ള സാധ്യത നമ്മൾ മാറ്റുകയാണ്. അപ്പോൾ അതാണ് സ്ക്രീനിങ് ടെസ്റ്റിൻ്റെ ഒരു പ്രാധാന്യം. അടുത്തത്, നമുക്ക് ആരിലൊക്കെയാണ് ഹൂ ആർ ദി റിസ്ക് ഫാക്ടേഴ്സ് ഫോർ കോളൻ ക്യാൻസർ? ഒന്ന് ഞാൻ പറഞ്ഞു, ഫാമിലിയിൽ ആർക്കെങ്കിലും കുടൽ ക്യാൻസർ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സിൽ കോളൻ ക്യാൻസർ ഉണ്ടെങ്കിൽ അവരിൽ കുടൽ ക്യാൻസർ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഫാമിലിയിൽ അഡിനോമാറ്റസ് പോളിപ്പോസ്, അതായത് ഫാമിലി പല ജനറേഷൻ ആളുകൾ കുടൽ ക്യാൻസർ ഉള്ളവരിൽ, 45 വയസ്സ് കൂടുതലുള്ളവരിൽ, പിന്നെ നമ്മൾ ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ്, അതായത് അൾസറേറ്റീവ് കൊളൈറ്റിസ്, ക്രോൺസ് ഡിസീസ് മുതലായ രോഗങ്ങളുള്ളവരിലും കോളൻ ക്യാൻസർ ഉള്ള സാധ്യത കൂടുതലാണ്. പിന്നെ തെറ്റായ ചില ജീവിതചര്യ ഫോളോ ചെയ്യുന്ന ആളുകളിലും കുടൽ ക്യാൻസർ കൂടുതലായി കണ്ടുവരുന്നു. ഒന്ന്, അമിത വണ്ണമുള്ളവരിൽ, എക്സസൈസ് ചെയ്യാത്തവരിൽ, കൂടുതലായി റെഡ് മീറ്റ്, അതായത്
മട്ടൺ, ബീഫ്, പോർക്ക് മുതലായവയൊക്കെ കഴിക്കുന്ന ആളുകളിൽ വളരെ കുറഞ്ഞ് മാത്രം ഫൈബർ കണ്ടന്റുള്ള ഭക്ഷണം കഴിക്കുന്നവരിൽ, അതായത് ഈ പച്ചക്കറികളും ഫ്രൂട്ട്സും കുറവ് കഴിക്കുന്നവരിലൊക്കെ ഇതിൻ്റെ താരതമ്യേന കൂടുതലായി ഇവരിൽ കണ്ടുവരുന്നു. അപ്പം നമ്മൾ ഓർക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ പ്രായം കൂടുന്തോറും നമുക്ക് കുടൽ ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. നമുക്ക് എത്രയും നേരത്തെ ഒരു സ്ക്രീനിങ് ടെസ്റ്റ് ചെയ്താൽ നമുക്ക് കുടൽ ക്യാൻസർ കണ്ടുപിടിക്കുകയും അതിൽ കുടൽ ക്യാൻസർ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുകയും, അല്ലെങ്കിൽ കുടൽ ക്യാൻസറിന് മുന്നോടിയായിട്ടുള്ള പോളിപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കുകയും അത് റിമൂവ് ചെയ്താൽ നമുക്ക് കുടൽ ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കുറയ്ക്കാനും സാധിക്കും. അതുപോലെ തന്നെ ഞാൻ മേൽപ്പറഞ്ഞ സിംറ്റംസ്, കുടൽ ക്യാൻസറിൻ്റെതായ രോഗലക്ഷണങ്ങളുള്ള ആളുകളിൽ നമ്മൾ എത്രയും പെട്ടെന്ന് ഒരു കൊളോണോസ്കോപ്പി ചെയ്താൽ ഇത് നേരത്തെ കണ്ടുപിടിക്കാനും അതിന് മതിയായ ചികിത്സകൾ, ഇപ്പോൾ പല ചികിത്സകളും നമുക്ക് ലഭ്യമാണ്. സർജറി, അതുപോലെ ഇപ്പോൾ പ്രാരംഭഘട്ടത്തിലല്ല കുറച്ച് അഡ്വാൻസ്ഡ് സ്റ്റേജസിലാണെങ്കിൽ നമ്മൾ കീമോതെറാപ്പി ചെയ്യും. അങ്ങനെ വളരെ ഫലപ്രദമായ പല ചികിത്സകളും ഇപ്പോൾ നമുക്ക് ലഭ്യമാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ സിംറ്റംസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ സ്ക്രീനിങ് ടെസ്റ്റിന് അർഹനായ ഒരാളാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറെ കണ്ട് നിങ്ങൾ മതിയായ അതിനുള്ള ടെസ്റ്റുകളും മറ്റു കാര്യങ്ങളും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ കൈകളിലാണ്. താങ്ക് യു.